വി.എസ്. അച്യുതാനന്ദനെതിരെ ക്യാപിറ്റൽ പണിഷ്മെന്റ് വേണമെന്ന ആലപ്പുഴ സമ്മേളനത്തിലെ ചർച്ച വിവാദമായിരിക്കെ ആലപ്പുഴ കഞ്ഞിക്കുഴിയിലെ വി.എസ്. അനുസ്മരണ യോഗത്തിൽ ഉദ്ഘാടകനായി എം സ്വരാജ്. CPM-ലെ നിരവധി മുതിർന്ന നേതാക്കൾ വി.എസിനെതിരെ ആലപ്പുഴ സമ്മേളനത്തിൽ അധിക്ഷേപമുണ്ടായെന്ന തുറന്നു പറച്ചിലുമായി മുന്നോട്ട് വരുമ്പോൾ അതിനെ നിഷേധിക്കുകയാണ് പാർട്ടി നേതൃത്വം. ഇതിനിടെയാണ് ആരോപണ വിധേയൻ തന്നെ വി.എസ്. അനുസ്മരണത്തിൽ ഉദ്ഘാടകനായി എത്തുന്നത്. വിശദാംശങ്ങളുമായി ആലപ്പുഴയിൽ നിന്നും സുധീഷ് ഗോപാൽ ചേരുകയാണ്. സുധീഷ്, വി.എസിനെതിരെ ക്യാപിറ്റൽ പണിഷ്മെന്റ് വേണമെന്നുള്ള നിലപാടുമായി രംഗത്ത് വന്ന യുവനേതാവായിരുന്നു എം സ്വരാജ്. ഈ അടുത്താണ് സുരേഷ് കുറുപ്പ് ഈ ആലപ്പുഴ സമ്മേളനവുമായി ബന്ധപ്പെട്ട ബഹിഷ്കരണം, വി.എസ്. അങ്ങനെ ഒരു ബഹിഷ്കരണം നടത്താൻ പിന്നിൽ ഒരു ഒരു വനിതാ നേതാവിന്റെ ഇത്തരത്തിലുള്ള പരാമർശമാണ് എന്നുള്ള നിലപാടുമായി തുറന്നു പറച്ചിലുമായി രംഗത്ത് വന്നത്. ഇത് മന്ത്രി വി. ശിവൻകുട്ടി അടക്കം നിഷേധിക്കുന്ന സമീപനം ഉണ്ടായിരുന്നു. ഇങ്ങനെ വി.എസിനെതിരെ കടുത്ത നിലപാടെടുത്തുകൊണ്ട് ആ രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിച്ച ഒരു നേതാവായിരുന്നു എം സ്വരാജ്. ആ എം സ്വരാജിനെ തന്നെ ഇത്തരത്തിലുള്ള ഒരു അനുസ്മരണ പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നതിലൂടെ കൊണ്ടുവരുന്നതിലൂടെ പാർട്ടി ഇത്തരം വിമർശനങ്ങളെ, ആരോപണങ്ങളെ പ്രതിരോധിക്കാനുള്ള ഒരു നീക്കം തന്നെയാണ് നടത്തുന്നത്. അത് എത്രത്തോളം വലിയ വിമർശനങ്ങൾക്കും ഇടവരുത്തി കഴിഞ്ഞു? KP സുരേഷ്, CPM-ന്റെ 2015 ആലപ്പുഴയിൽ നടന്ന സംസ്ഥാന സമ്മേളനത്തിലാണ് ഇത്തരത്തിൽ വി.എസിനെതിരെ ക്യാപിറ്റൽ പണിഷ്മെന്റ് വേണമെന്ന രീതിയിൽ പ്രതിനിധി സമ്മേളനത്തിൽ ചർച്ചകൾ ഉയർന്നു എന്ന ഒരു വാർത്ത പുറത്തു വരുന്നത്. അതിനുള്ള മറുപടി വി.എസ്. തന്നെ അന്ന് പറയുകയും ചെയ്തിരുന്നു. തന്നെ ക്യാപിറ്റൽ പണിഷ്മെന്റ് ചെയ്യണം എന്ന് പലരും പറയുന്നു. എന്നാൽ ഇത്തരത്തിൽ ഇതിലും വലിയ സമരങ്ങളെ അഭിമുഖീകരിച്ച് വെടിയുണ്ടകൾക്ക് മുന്നിൽ കൂടി നടന്നു വന്നതാണ്. അത്തരത്തിലുള്ള സമര ചരിത്രം CPM ഇപ്പോൾ വി.എസിന്റെ മരണവുമായി ബന്ധപ്പെട്ടില്ലേ, എം സ്വരാജിന്റെ തെരഞ്ഞെടുപ്പ് കാല ആ ഒരു സമയത്ത് തന്നെ ഈ കാര്യങ്ങൾ വീണ്ടും ചർച്ചയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് തിരുപ്പൂർ മുരളി ഈ വിഷയം വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. 2015 സമ്മേളനത്തിൽ ഇത്തരം ഒരു യുവ നേതാവ് ഇത്തരത്തിലുള്ള ആവശ്യം ഉന്നയിച്ചു. ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന ആവശ്യം ഉന്നയിച്ചതിന്റെ പേരിൽ അദ്ദേഹം സംസ്ഥാന കമ്മിറ്റിയിലും പിന്നീട് സംസ്ഥാന സെക്രട്ടേറിയറ്റിലും വന്നു എന്ന് പറയുന്നുണ്ട്. ഇതിന് പിന്നാലെയാണ് സുരേഷ് കുറുപ്പിന്റെ ഇതുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തൽ ഒരു പത്രത്തിലെ ലേഖനത്തിൽ പറയുന്നത്. അതിൽ കൃത്യമായി പറയുന്നുണ്ട്, ഇത്തരത്തിൽ ഒരു വനിതാ നേതാവ് ക്യാപിറ്റൽ പണിഷ്മെന്റ് ആവശ്യപ്പെടുന്നു. ഇതിന് പുറമെ സംസ്ഥാന സെക്രട്ടറിയുടെ സംഘടനാ പ്രവർത്തന റിപ്പോർട്ടിൽ ഏതാണ്ട് 38 പേജോളം വി.എസിനെതിരെയുള്ള കുറ്റപത്രമായിരുന്നു എന്നതാണ് പറയുന്നത്. അത്തരത്തിലൊരു കുറ്റപത്രം ഉന്നയിച്ചുകൊണ്ട് അതിൽ മാനസികമായി ആകെ അസ്വസ്ഥനായിരുന്നു വി.എസ്. എന്ന് പറയുന്നു. എന്നാൽ പോലും തല താഴ്ത്താതെ അവിടെ നിന്നും ഇറങ്ങിപ്പോരുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് പറയുമ്പോൾ CPM-ന്റെ സംസ്ഥാന നേതൃത്വം, അതായത് പിണറായി പക്ഷം നയിച്ച ഔദ്യോഗിക നേതൃത്വം വി.എസിനെതിരെ വലിയ രീതിയിലുള്ള അധിക്ഷേപങ്ങൾ 2015 സമ്മേളനത്തിൽ ഉയർത്തി അത്തരത്തിൽ വി.എസിനെ അധിക്ഷേപിച്ചു എന്നത് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സത്യത്തിൽ ഇത് സംബന്ധിച്ച് കൃത്യമായി ഒരു മാധ്യമങ്ങൾക്കും അത് നേരിട്ട് പകർത്താൻ സാധിക്കില്ല. അത് കാരണം പ്രതിനിധി സമ്മേളനമാണ്. ആ പ്രതിനിധി സമ്മേളനത്തിൽ ഒരു കേഡർ പാർട്ടിയുടെ സ്വഭാവം വെച്ചിട്ട് പുറത്തു നിന്നുള്ള ആർക്കും പ്രവേശനമില്ലാത്ത ഒരു സാഹചര്യത്തിൽ നടന്നതാണ് ഈ ചർച്ചകൾ. അത് സംബന്ധിച്ച് ആ ചർച്ചകൾക്കുള്ള മറുപടിയാണ് വി.എസ്. പൊതുവേദിയിൽ പറഞ്ഞിരുന്നതും. വി.എസ്. ആ സമ്മേളനത്തിൽ നിന്ന് പറഞ്ഞപ്പോൾ സാധാരണ രീതിയിൽ ഒരു ഉപരി കമ്മിറ്റിയിലുള്ള ഒരു നേതാവിനെതിരെ ഇത്തരത്തിൽ വിമർശനം ഉന്നയിക്കാൻ കീഴ്ഘടകത്തിൽ സാധിക്കുന്നതല്ല. എന്നിരുന്നിട്ട് പോലും സംഘടനാ വിരുദ്ധമായി വി.എസിനെ അധിക്ഷേപിച്ചിരുന്നു എന്ന യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ഓരോരോ നേതാക്കളിലൂടെ പുറത്തു വരുന്നത്. ആ ഒരു ഘട്ടത്തിൽ അതിനെ സംസ്ഥാന നേതൃത്വം അപ്പാടെ നിഷേധിക്കുമ്പോൾ, അത് അങ്ങനെ നടന്നിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെയാണ് വി.എസിനെ ശക്തി കേന്ദ്രം, അതോടൊപ്പം തന്നെ വി.എസിനെ കാലുവാരി തോപ്പിച്ച പഴയ മാരാരിക്കുളം മണ്ഡലത്തിൽ പെടുന്ന കഞ്ഞിക്കുഴിയിൽ ഇന്ന് വൈകിട്ട് വി.എസ്. അനുസ്മരണത്തിൽ എം സ്വരാജ് ഉദ്ഘാടകനായി എത്തുന്നത്. കഞ്ഞിക്കുഴി ഏരിയ കമ്മിറ്റിയാണ് ഈ അനുസ്മരണ യോഗം സംഘടിപ്പിക്കുന്നത്. അതിൽ സ്വരാജ് എത്തുമ്പോൾ വി.എസ്. അനുകൂലികളെ അത് വല്ലാതെ അസ്വസ്ഥരാക്കുകയാണ്. കാരണം അതിൽ ഭേദം, ഇങ്ങനെ ഒരാളെ ഉദ്ഘാടനം ചെയ്യുന്നതിൽ ഭേദം അങ്ങനെ ഒരു അനുസ്മരണ സമ്മേളനം നടത്താതിരിക്കുകയാണെന്ന് പോലും ചിലരുടെ ഭാഗത്തു നിന്നും വിമർശനം ഉയരുന്നു. അത്തരമൊരു ഘട്ടത്തിൽ പാർട്ടി എന്നാൽ ഇതിനെയല്ല, ഓരോ അനുസ്മരണ യോഗവും ഇതിനുള്ള മറുപടി പറച്ചിലിനായി അതിനുള്ള ഒരു വേദിയായി ഉപയോഗിച്ചു. സുരേഷ്, ഇത്തരത്തിലുള്ളൊരു വിവാദം നിലനിൽക്കുമ്പോൾ തന്നെയാണ് ആരോപണ വിധേയൻ കൂടിയായിട്ടുള്ള എം സ്വരാജ് ഉദ്ഘാടകനായി എത്തുന്നത് അനുസ്മരണ സമ്മേളനത്തിൽ. ഈ അനുസ്മരണ സമ്മേളനത്തിനെതിരെ അതുകൊണ്ട് തന്നെ ഒരു വിഭാഗം വിമർശനവുമായി രംഗത്തെത്തുമ്പോൾ എന്ത് തരത്തിലുള്ള സംസാരമാണ്, വാക്കുകളാണ് എം സ്വരാജ് ഈ അനുസ്മരണ സമ്മേളനത്തിൽ സ്വീകരിക്കുക എന്നതും ശ്രദ്ധേയമാവുകയാണല്ലേ? അതിന് കൂടി കാത്തിരിക്കുകയാണ് പാർട്ടി പ്രവർത്തകർ ഒരു വിഭാഗം കൂടിയല്ലേ? ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട, എം സ്വരാജ് നേരത്തെ തന്നെ ഇത് നിഷേധിച്ചിട്ടുണ്ട്.
ഇത്തരത്തിലുള്ള ഒരു വാർത്ത വന്നതിന്റെ പേരിൽ ഒരു മാധ്യമത്തിനെതിരെ കോടതിയിൽ കേസും നിലനിൽക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഈ നിഷേധിക്കുന്നത് നമുക്കറിയാം, വി എസിനെതിരെ ഏറ്റവും ശക്തമായി അന്ന് ആയുധമാക്കിയത് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ യുവ നേതാക്കളെ കൊണ്ടുള്ള വി എസിനെതിരെയുള്ള ശക്തമായ വാക്കുകളായിരുന്നു. അത്തരത്തിലുള്ളതിൽ അതിൽ ഏറ്റവും കൂടുതൽ ആയുധമാക്കപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ് എത്ര കണ്ടില്ലെന്ന് പറഞ്ഞാൽ എം സ്വരാജ്. ആ എം സ്വരാജ് പാർട്ടി സമ്മേളനത്തിൽ ഇത്തരം ഒരു കാര്യം പറഞ്ഞു തെളിയിക്കാൻ അസാധ്യമാണ്. അത്തരം തെളിയിക്കണമെങ്കിൽ ഉള്ള ദൃശ്യങ്ങൾ വേണം, അതിന്റെ വീഡിയോ പകർപ്പുകൾ വേണം. അത് ഒരിക്കലും ലഭിക്കില്ല എന്നോ അത് നിഷേധിക്കുമ്പോൾ അതിന്റെ ഒരു പൂർണ്ണമായ വിശദീകരണം അനുശ്രമ യോഗത്തിലും ഉണ്ടാകുക. പാർട്ടി ഇത്തരത്തിൽ വി എസിനെ അധിക്ഷേപിച്ചിട്ടില്ല എന്ന പറച്ചിലാവും ഉണ്ടാകുക. എന്നാൽ അതല്ല യാഥാർത്ഥ്യം എന്നത് വി എസിന്റെ തന്നെ മറുപടി അതിന് തെളിവാണ്. അതിലുപരിയായി അന്നത്തെ കാലത്ത് 2010 മുതലുള്ള ഈ സമയത്തൊക്കെ തന്നെ വി എസിനെ എത്രത്തോളം സൂക്ഷിച്ചിരുന്നു എന്നതും, വി എസിന് 2 തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വി എസ് അനുകൂലികൾ തെരുവിലിറങ്ങി സമരം ചെയ്യേണ്ടി വന്നിരുന്നു എന്ന യാഥാർത്ഥ്യം, അത്തരത്തിൽ ഉള്ള യാഥാർത്ഥ്യങ്ങൾ നിലനിൽക്കുമ്പോഴാണ് വി എസിനെ എതിരെ ഇത്തരത്തിൽ ക്യാപിറ്റൽ പണിഷ്മെന്റ് ആവശ്യപ്പെട്ടിരുന്നില്ല എന്ന വിശദീകരണവുമായി CPM പാർട്ടി നേതൃത്വം മുന്നോട്ട് വരുന്നത്. ഇത് CPM ജീവിച്ചിരുന്നപ്പോൾ CPM പിണറായി പക്ഷത്തിന് എത്രത്തോളം ആഘാതമായിരുന്നു, ഇല്ലെങ്കിൽ ഭീഷണിയായിരുന്നോ വി എസ്, അതിനേക്കാൾ വലിയ ഭീഷണിയായി മരണശേഷം പിണറായി പക്ഷത്തിനും ഇത്തരത്തിൽ ക്രൂശിച്ചവർക്കെല്ലാം തന്നെ വി എസ് മാറുന്ന കാഴ്ച തന്നെയാണ് കാണാൻ കഴിയുന്നതും. KP ശ്രദ്ധേയനാണ് സുധീഷ് ഗോപാലാണ് ആലപ്പുഴയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.